ജയ് ഹിന്ദ്. വിരമിച്ച സൈനികൻ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. പെൻഷൻ നിയമങ്ങളിൽ പ്രധാനമായും ഫാമിലി പെൻഷനിൽ മാറ്റങ്ങൾ വരുന്നു. ലോക്സഭയിൽ ചോദ്യോത്തര വേളയിൽ ഇത് സംബന്ധിച്ച ചോദ്യത്തിന് ഡിഫൻസ് മിനിസ്ട്രി മറുപടി നൽകിയിരിക്കുന്നു. ഇതിൻ്റെ വിശദാംശങ്ങളാണ് ഈ വീഡിയോയിൽ. ലോക്സഭയിൽ നടന്ന ചോദ്യോത്തര വേളയിൽ 9 ഓഗസ്റ്റ് 2024 അൺസ്റ്റാർഡ് ക്വസ്റ്റ്യൻ നമ്പർ 3207 സൈനികരുടെ കുടുംബത്തിന് സാമ്പത്തിക സഹായം സംബന്ധിച്ച് ശ്രീ ഇമ്രാൻ മസൂദാണ് ചോദ്യം ചോദിച്ചത്. പ്രതിരോധ മന്ത്രി ദയവായി മറുപടി തരുമോ? ഒന്നാമതായി, സൈനികർ മരിച്ചാൽ അവരുടെ കുടുംബാംഗങ്ങൾക്ക് ധനസഹായം നൽകുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ നിയമത്തിൽ ഭേദഗതി വരുത്തണമെന്ന് സൈനികരുടെ രക്ഷിതാക്കൾ ആവശ്യപ്പെട്ടത് വസ്തുതയാണോ? രണ്ടാമതായി, വസ്തുതയാണെങ്കിൽ അതിന്മേൽ സർക്കാർ സ്വീകരിച്ച നടപടി എന്തെല്ലാമാണ്? മൂന്നാമതായി, സാമ്പത്തിക സഹായത്തിനായി ഉണ്ടാക്കിയ നിയമങ്ങളിൽ ഭേദഗതി വരുത്താൻ സർക്കാർ നിർദ്ദേശിക്കുന്നുണ്ടോ? നാലാമതായി, അങ്ങനെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ വിശദാംശങ്ങളും ഇല്ലെങ്കിൽ അതിനുള്ള കാരണവും വ്യക്തമാക്കുമോ? ഇതിന് മറുപടിയായി ഡിഫൻസ് മിനിസ്ട്രിയുടെ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ശ്രീ സഞ്ജയ് സേഠ് മറുപടി നൽകി. 4 ചോദ്യങ്ങളുടെയും ഉത്തരമായി, അതെ സർ, ഫാമിലി പെൻഷൻ സൈനികൻ്റെ ഭാര്യയ്ക്കും മാതാപിതാക്കൾക്കുമായി വിഭജിച്ച് നൽകണമെന്ന നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട്. ഇത് ഡിഫൻസ് മിനിസ്ട്രിയുടെ പരിഗണനയിലാണ്. ഇതാണ് ഉത്തരം നൽകിയത്. ഈ അടുത്ത സമയത്ത് വീരമൃത്യു വരിച്ച ഒരു സൈനികൻ്റെ കുടുംബം ഇത് സംബന്ധിച്ച് നൽകിയ പരാതികൾ സോഷ്യൽ മീഡിയയിലും ന്യൂസ് പേപ്പറുകളിലും വൈറൽ ആയതാണല്ലോ. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി വിരമിക്കുന്നതോ വീരമൃത്യു വരിക്കുന്നതോ ആയ സൈനികരുടെ ഫാമിലി പെൻഷൻ സംബന്ധിച്ച് പല മാറ്റങ്ങളും നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി വിരമിക്കുന്നവർ മാത്രമേ പുതിയ നിയമത്തിൻ്റെ പരിധിയിൽ വരാൻ സാധ്യതയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, സബ്സ്ക്രൈബും ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ജയ് ഹിന്ദ്, വന്ദേ മാതരം.